തൃശൂർ അതിരപ്പള്ളി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ 14-ലാണ് വീണ്ടും കാട്ടാന എത്തിയത്. തീറ്റാണ് ആനേനെ. പക്ഷെ ആ എണ്ണപ്പനയിൽ വരുമ്പോൾ ഓടിപ്പിച്ച് കളയണ്ടേ? എണ്ണപ്പനയിൽ വരുമ്പോൾ ഓടിച്ച് കളയാണ്ട് രാത്രി മാനം ഇങ്ങോട്ട് കയറും. അപ്പം അത് മനഃപൂർവ്വം അഴിച്ചുവിട്ട് തീറ്റിക്കുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും. പുഴന്തേത്ത് പെൻസിട്ട് ആന ഇങ്ങോട്ട് വരില്ല. അത് ചെയ്യാത്തോടത്തോളം കാലം ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഇവിടെ നമ്മുടെയൊക്കെ ഇവിടുന്ന് ഓടിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, മൊത്തം കാടാക്കി മാറ്റാം. അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തുടർച്ചയായി അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? ജനങ്ങൾ ഏറെ ആശങ്കയിലാണ്. വിശദാംശങ്ങൾ. തൃശൂർ ജില്ലയുടെ മലയോര മേഖലയായ അതിരപ്പള്ളി, പാലപ്പള്ളി, അകമല, വടക്കാഞ്ചേരി അകമല ഈ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഈ അടുത്ത നാളുകളായി നിരവധി തവണ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ പാലപ്പള്ളിയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. പാലപ്പള്ളിയിൽ തന്നെ KFRAക്ക് സമീപം കടുവയെ കണ്ടതായും ഒരു അഭ്യൂഹം പരന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ വെറ്റിലപ്പാറയിലേക്ക് വരുന്നത്. അതിരപ്പള്ളിക്ക് സമീപം വെറ്റിലപ്പാറ 14-ൽ 15-ലാണ് കാട്ടാന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമ്പടിച്ച് കൃഷിനാശം വരുത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. വെറ്റിലപ്പാറ 14-ൽ വീട്ടുമുറ്റത്ത് എത്തിയ കാട്ടാനയെ അവിടുത്തെ വീട്ടുകാർ തുരത്തുന്ന ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി വീണ്ടും ഈ വെറ്റിലപ്പാറ 14-ലും 15-ലും കാട്ടാന ഇറങ്ങിയത്. കാട്ടാന ഇറങ്ങി കർഷകരായിട്ടുള്ള മാനാടൻ വർഗീസ്, അതുപോലെ കൈതവളപ്പിൽ ശശി എന്നിവയുടെ കൃഷി ഇടങ്ങളിലാണ് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. പോലീസ് സ്റ്റേഷന് സമീപം ജനവാസ മേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാന ഏറെ നേരം വീണ്ടും എണ്ണപ്പനത്തോട്ടത്തിൽ നിലയുറപ്പിച്ചു. ആനയെ തുരത്താൻ ഇതിനിടെ പ്ലാന്റേഷൻ ജീവനക്കാർ ശ്രമിച്ചു. ഇതിനിടെ ഇവർക്ക് നേരെ കാട്ടാന തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഓടി മാറിയതുകൊണ്ട് മാത്രമാണ് ജീവന് അപായം ഉണ്ടാവാതിരുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 8:30-യോടെയാണ് ഈ കാട്ടാനകളെ തിരികെ കാട് കയറ്റാനായത്. ഇവർ പറയുന്ന ഒരു കാര്യം, ഈ ചാലക്കുടി പുഴയ്ക്ക് മറുവശത്താണ് ഈ കാടുള്ളത്. ഈ കാട്ടിൽ നിന്നാണ് ഈ പുഴ കടന്ന് കാട്ടാനക്കൂട്ടം എണ്ണപ്പനത്തോട്ടത്തിലേക്ക് എത്തുന്നത്. അവിടെ ഏറെ നേരം ഈ എണ്ണപ്പനയുടെ പട്ടയും എല്ലാം ഭക്ഷിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെന്നാണ് ഇവർ പറയുന്നത്. ഇവയെ തടയാനായിട്ടുള്ള ഒരു മാർഗം ഈ ചാലക്കുടി പുഴയുടെ വനാതിർത്തിയിൽ ആ മറുകരയിൽ ഫെൻസിങ് സ്ഥാപിക്കണം, വൈദ്യുത വേലി സ്ഥാപിക്കണം എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ സ്ഥാപിച്ചാൽ അപ്പൊ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് എണ്ണപ്പനത്തോട്ടത്തിലേക്കും തുടർന്ന് ജനവാസ മേഖലയിലേക്കും കാട്ടാനക്കൂട്ടം എത്തില്ല എന്നാണ് ഇവിടുത്തെ കർഷകർ പറയുന്നതും. അധികൃതർക്കെതിരെയും ഈ കർഷകർക്ക് രൂക്ഷമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വനവകുപ്പ്, ജനപ്രതിനിധികൾ, MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ഇവർ ആരോപണം ഉന്നയിക്കുന്നു. ഇവർ കൃത്യമായി ഇടപെടുന്നില്ല. സർക്കാരിൽ ഈ കാര്യം കൃത്യമായി ധരിപ്പിക്കുന്നില്ല. ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നില്ല. നാളുകളായി ഈ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരും വിനോദസഞ്ചാരികൾ, നമുക്കറിയാം ഏറെ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അതിരപ്പള്ളി, അതുപോലെ വാഴച്ചാൽ, മലക്കപ്പാറ റൂട്ട്. അവർക്ക് വരെ ഈ തരത്തിൽ കാട്ടാനക്കൂട്ടം വലിയ ഭീഷണി സൃഷ്ടിക്കുന്നെന്നൊരു ആരോപണവും ഈ കർഷകരും പ്രദേശവാസികളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. വൃന്ദ. ശരി, വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അനീഷ് ആന്റണി.